നമസ്കാരം. ട്രംപ് പറഞ്ഞ അവസാന മണിക്കൂർ എത്തി നിൽക്കുകയാണ്. ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ തന്നെ ഇറാനെ, അതായത് ഒറ്റ രാത്രി കൊണ്ട് തകർക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഇന്ത്യൻ സമയം ഏകദേശം 5:30 മണി. ഇറാൻ ആവട്ടെ ഇതിലൊന്നും കുലുങ്ങുന്നില്ല. ട്രംപ് പറയുന്ന ഓരോന്നിനും കൃത്യമായ മറുപടിയാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇതെന്താണ് പറയുന്നത്? 8 മണിയാവുമ്പോഴേക്കും ഇറാൻ ഒറ്റ രാത്രി കൊണ്ട് തകർക്കും. രാത്രി 12 മണിയാവുമ്പോഴേക്കും അവരുടെ പാലങ്ങളെല്ലാം തകർക്കും. അത് കഴിഞ്ഞ് പവർ പ്ലാന്റ് ലക്ഷ്യമിടുമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ IRGC ഉൾപ്പെടെ ട്രംപിന്റെ കൃത്യമായ നിലപാട് പരിഹസിച്ചുകൊണ്ടാണ് രംഗത്തെത്തുകയും ചെയ്യുന്നത്. സോ ഇറാൻ ഇതിലൊന്നും വഴങ്ങുന്നില്ല. ഇറാൻ കൃത്യമായി തിരിച്ചടിക്കാനാണ് ശ്രമം. ഇറാൻ എങ്ങനെയാണ് തിരിച്ചടിക്കാൻ പോകുന്നത്? ഇറാൻ തിരിച്ചടിക്കാൻ പോകുന്നത് ഗൾഫ് മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കാരണം ഇറാന് ഏറ്റവും ശക്തമായി അമേരിക്കയുടെ കരണം നോക്കി അടിക്കാൻ കഴിയുമെങ്കിൽ അത് അമേരിക്കൻ എംബസികൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലാണ്, ഗൾഫ് മേഖലയിലാണ്. അവിടെയാണ് ഇറാൻ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് മറുപടി കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക എന്നത് തന്നെയാണ്. കാരണം ലോകം അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപിൻ്റെ പ്രസ്താവന പറയുന്നതെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുമെന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന 10 കാര്യങ്ങളുണ്ട്. അത് അംഗീകരിച്ചാൽ മാത്രമേ ഈ യുദ്ധം കൃത്യമായി അവസാനിക്കുകയുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. അല്ലാതെ ശാശ്വതമായി തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ എന്നതൊന്നും ഇറാൻ കൃത്യമായി പറയുന്നില്ല. അതായത് 45 ദിവസം വെടിനിർത്താം, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഹോർമുസുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താം. ഇതൊന്നും ഇറാൻ്റെ മുന്നിൽ വില പോവില്ല. ഇറാൻ ഇതൊന്നും കൃത്യമായ മറുപടി ട്രംപിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഗൾഫ് മേഖല കൃത്യമായ നിരീക്ഷണത്തിലേക്ക് നീങ്ങേണ്ട പശ്ചാത്തലവും കൂടിയുണ്ട്. കാരണം ഇറാൻ ആക്രമിക്കുന്നെങ്കിൽ അത് ഗൾഫ് മേഖലയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ട്രംപ് പറയുന്ന ഇന്ന് രാത്രി 8 മണി, അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 എന്നതിൽ ഗൾഫ് മേഖലയും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഗൾഫ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏകദേശം 2400ഓളം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് തൊടുത്തുവിട്ടത്. അതിൽ 90% പ്രതിരോധിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ 2400 മിസൈലും ഡ്രോണും എല്ലാം പോയത് ഗൾഫ് മേഖലയിലേക്കാണെന്ന് കൂടി ഓർക്കുക. അതുകൊണ്ട് കൃത്യമായി ട്രംപ് വെക്കുന്ന ഓരോ വെല്ലുവിളിക്കും ഇറാൻ മറുപടി കൊടുക്കാൻ പോകുന്നത് ഗൾഫ് മേഖലയിലേക്കാണ്. അതുകൊണ്ട് ഗൾഫ് മേഖല കൃത്യമായി നോക്കിക്കാണേണ്ടത് കൂടിയുണ്ട്.